അവി, എന്താ മീനു? അവിയുടെ ഫോണിന്റെ ചാർജർ ഫ്രീ ആണോ? എന്റെ മുറിയിലുണ്ടാവുമല്ലോ. ഞാൻ നാളെ തന്നാ പോരെ, എന്റെ ഫോണിലൊട്ടും ചാർജ് ഇല്ല. മതി, എടുത്തോളൂ. എന്നാ ഗുഡ് നൈറ്റ്, ഞാൻ കിടക്കാൻ പോവാണേ. ബൈ. അവി, 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 എനിക്ക് പേടിയാവുന്നു. ഈ ഞാനുള്ളപ്പോഴോ? അവി വാ. അവി, അവി പോവല്ലേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടില്ല, ഫോണൊന്നും ചാർജ് ചെയ്യാൻ വേണ്ടി കയറിയോ? ഓ ആണല്ലേ. എടാ, ഞാൻ ഇവിടെ ഒരു പരിപാടി വെപ്പിക്കും. മീനാക്ഷി ചെറുതായിട്ടൊന്ന് ഒച്ചെടുക്കും, പക്ഷെ നീ ഒന്നും അറിയാത്തവർ ഇവിടെ തന്നെ ഇരുന്നോളാം, അങ്ങോട്ട് വരവേ ചെയ്യരുത്. ഓക്കെ? നീ എന്താ ചെയ്യാൻ പോണെ? ഒന്നുമില്ലടാ, ചുമ്മാ. അവിയോ? അല്ലടി മായാവി, എന്തൊരു ചവിട്ടടിത്. അവി എന്താ ഇവിടെ? അതെ, എനിക്ക് നടുവേന വന്നിട്ട് അമൃതാഞ്ചൻ നോക്കി വന്നതാ. അമൃതാഞ്ചൻ ഉണ്ടോ? എന്താടാ, എന്ത് പറ്റി? ഇവിടെ നിന്നോട് ഞാൻ മീനുണ്ട് ഒച്ചോട്ടാ പറഞ്ഞോന്നല്ലേ പറഞ്ഞേ? അമൃതാഞ്ചൻ സത്യം പറയടാ, നീ എന്തൊപ്പിക്കാൻ പോയതാ? ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ പോയതാ. എന്നിട്ട് സർപ്രൈസ് കിട്ടിയത് നിനക്കാണല്ലോ. അതെന്റെ സർപ്രൈസ് അവൾക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാവണം. സെക്കൻഡ്, ഇത്തിരി അമൃതാഞ്ചൻ. ഇത് നിനക്ക് നടുവിനല്ലേ വേദന? എന്റെ അമ്മ ഒന്ന് ചുമ്മാ തേച്ചൂടെ? എന്നാ പിന്നെ തേച്ചോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, എനിക്കൊരു ഡെലിവറി ഉണ്ട്. ഓക്കെ, അപ്പൊ സീ. പോന്നെങ്കി പോടാ. അവി, നല്ല നടുവേനുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യേ, ഇന്നാ സോഫയിൽ കിടക്കണ്ട, വാ, നീ എന്റെ റൂമിൽ കിടന്നോ. ശരിയാ, ആ റൂമില് ബെഡിൽ കിടന്നാല് നടുവേന മാറുന്നു സാം ഇപ്പൊ പറഞ്ഞുള്ളൂ. അന്ന് ലക്കിക്ക് അങ്ങനല്ലേ മാറിയേ? അതെ, നീ വാ. പതുക്കെ എനിക്ക്. മീനും എങ്ങനെയാണെന്നാണോ ഉറങ്ങാറ്? അങ്ങനെയൊന്നുമില്ല. ഇത് ചരിഞ്ഞു വേണം കിടന്നുറങ്ങാന്ന സ്വാമി ഹിമാലയന്റെ പറഞ്ഞിട്ടുള്ളത്. എന്നാ ശരി, ഇങ്ങനെ എടുക്കാം. മീനു, നിനക്ക് പനി എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു വരൾച്ച പോലെ. ഹേയ്, അവിക്ക് തോന്നണതാ. ഇല്ല, കുറച്ച് ചൂടുണ്ടല്ലോ. അവി, എന്താ പരിപാടി? ഒന്നുമില്ല. ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണില്ലേ വിചാരിക്കണ്ടോ? ഇത്ര സെക്കൻഡിലൊന്നും നിനക്ക് കാര്യം പിടിയിട്ടെങ്കിലേ നിനക്ക് ബുദ്ധിയില്ലാണ്ടായിരിക്കും. അല്ല അവി, അവി, ഒന്ന് തിരിഞ്ഞു തുടങ്ങാം.
ആവിക്ക് എന്താ വേണ്ടത്? നിനക്കറിയില്ല എന്താ വേണ്ടതെന്ന്? എന്ത്? എന്ത്? അത് DIG ആയിരിക്കും. അവനെപ്പോ വന്നു? ഞാൻ നോക്കിയില്ല. പോട്ടെ, നീങ്ങുവാ. പ്രണയക്കുരുക്കിൽപ്പെട്ട് വഞ്ചിതയായ കൊച്ചിയിൽ നിന്നുള്ള 27 വയസ്സുകാരിയെ ആത്മഹത്യാ ശ്രമത്തിനിടെ അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചുമ്മാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാനൊന്ന് നോക്കട്ടെ. മറ്റൊരു പെൺകുട്ടിയെ കൂടി അത്യാസന്ന നിലയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളരെ കാലങ്ങളായി പ്രണയത്തിലായിരുന്ന ഇവർ കാമുകന്റെ ഒപ്പം അയാളുടെ താമസ സ്ഥലത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട വീഡിയോ ആണ് ഈയിടെ ഓൺലൈൻ പ്രചരിച്ചിരുന്നത്. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാനിടയായ സാഹചര്യത്തെപ്പറ്റി സൈബർ സെൽ അന്വേഷിച്ചു വരികയാണ്. ഈ സംഭവത്തിന് ശേഷം അപ്രത്യക്ഷനായ കാമുകനെ കണ്ടെത്താൻ കഴിയാത്തതും ആത്മഹത്യാ ശ്രമത്തിന് പ്രേരണയായി. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് കാമുകൻ തന്നെയാണോ എന്ന് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കാരണം പോലീസിന്റെ അനാസ്ഥയാണെന്ന് വനിതാ കമ്മീഷൻ ആരോപിച്ചു. ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്.